ഞാനേ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കേക്ക് ഓർഡറായിരുന്നു ഇത്. എന്നെപ്പോലെ തന്നെ ഹോം ബേക്കറായ ശ്രീലക്ഷ്മി എന്നൊരു ഓർഡറായിരുന്നു. എനിക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ഓർഡർ എനിക്ക് വന്നത്. ഞാനും ഇതേ ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു 3 ടയർ കേക്ക് നാളെ തന്നെ ഒന്ന് സെറ്റാക്കി ബോർഡുണ്ടോ ബോക്സ് ഉണ്ടോ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനങ്ങ് ഓക്കെ പറഞ്ഞു. എന്തായാലും വാനില ആയിരുന്നു ഫ്ലേവർ. എൻ്റെ കയ്യിലില്ലാത്ത വല്ല ഐറ്റംസ് വരുന്നത് ഞാൻ പെട്ടുപോയേനെ. ഇതിൻ്റെ റെഫറൻസ് പിക്കൊക്കെ കസ്റ്റമർ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല മഴയുണ്ട്, കറണ്ടാണെങ്കിൽ വന്നും പോയി നിൽക്കുക. എനിക്ക് പൊതുവേ ഈ കേക്ക് കൊടുക്കാനുള്ള ആ ഒരു ടൈമായി വരുമ്പോൾ ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്തെന്നല്ലേ പറയാം. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ, കേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ നേരം കറണ്ട് ഉണ്ടായിരുന്നു. സാധാരണ തിരിച്ചാണ് സംഭവിക്കാറ്. അങ്ങനെ കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ 2 വേട്ടക്കാർ. 2 ദിവസത്തിന് മുമ്പേ അവരുടെ വീട്ടിൽ നിന്ന് പറന്നുപോയ ഒരു തത്തമ്മ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള മരത്തിലുണ്ടായിരുന്നേ. അതിനെ പിടിക്കാനായിട്ട് മണിക്കൂറുകളുടെ പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഗസൽ വന്നിട്ട് അമ്മ പഴമുണ്ടോ കപ്പലണ്ടി ഉണ്ടോ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആരൊക്കെ എന്ത് കൊടുത്തിട്ടും നഹി എന്ന് പറഞ്ഞാൽ നഹി. ഞാൻ താഴോട്ട് വരുന്ന പ്രശ്നമില്ല. ലാസ്റ്റ് താനേ വന്ന് കൂട്ടി കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.